ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത്. 1/2 kg വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഞാൻ സ്പീഡ് മോഡിലിട്ടിട്ടാണ് കേക്കിന്റെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒക്കെ കേക്ക് റെസിപ്പി എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ ആണ് ഞാനത് കാണിക്കാതിരിക്കുന്നത്. ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കേക്ക് എന്തെങ്കിലും ആണെങ്കിൽ കാണിക്കായിരുന്നു. ഇത് തലേദിവസം തന്നെ ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. കാരണം ഇതിന് കുറേ ഫോണ്ടൻ്റ് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഫോണ്ടൻ്റ് വർക്കും എല്ലാം ചെയ്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതും തലേദിവസം ചെയ്തു വെച്ചാലേ കുറച്ച് നല്ല ഹാർഡായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് കാണാൻ നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് കിട്ടണമെങ്കിൽ തലേദിവസം എന്തായാലും ചെയ്തു വെക്കണം. ഇപ്പോൾ ക്രം കോട്ട് ചെയ്ത ശേഷം ഞാനിതിൽ ഫൈനൽ കോട്ട് കൊടുത്തത് ബ്ലൂ കളറിലാണ്. അപ്പോൾ ബ്ലൂ കളറിൽ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ അയച്ചു തന്ന ഫോട്ടോയിൽ അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിറ്റേ ദിവസം ഞാനതിൽ ബ്ലൂ കളറും കൂടി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഐസ് നൈഫ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ടാണ്, എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ടാണ് ഞാൻ ഐസിങ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെയാണ് ചെയ്തത്. നേരിട്ട് തന്നെ ക്രീം കൊടുത്ത ശേഷം ഒന്ന് നൈഫ് വെച്ചിട്ട് വലിച്ചു കൊടുക്കും. പിന്നെ സ്പാച്ചില അതൊക്കെ വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യൽ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി എക്സ്പേർട്ട് ഉള്ളവർക്കാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമൊന്നും എനിക്കിങ്ങനെ നേരിട്ട് ക്രീം കൊടുക്കുമ്പോൾ ലെവലാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ 2-3 വർഷമായാലും ഇതിൻ്റെ പിറകിൽ തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത ശേഷം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സെൻറ്ററിൽ. അപ്പോൾ അതിൽ ഒരു ഏണി വെച്ച് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഏണി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സ്പേസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് അത് മുറിച്ച ശേഷം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണം. എന്നിട്ട് കുറച്ച് കൂടി കേക്ക് ബാക്കിലോട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ പേര് എഴുതണം, പിന്നെ 6 month എന്ന് എഴുതിയിട്ട് വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോർഡിൽ. അപ്പോൾ അതും കൂടി വെക്കേണ്ട സ്പേസ് ഞാൻ ഈ ബോർഡിൽ വരത്തക്ക രീതിയിൽ കേക്ക് പിറകോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇത് ഫിനിഷാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഫിനിഷാക്കിയ കേക്ക് നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടി സെൻറ്ററിലൂടെ മുറിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഐസിങ് കുറച്ച് വിഷമമാണ്. നമ്മൾ ഇതിനകത്ത് തന്നെ നൈഫ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. കുറച്ച് സ്പേസ് എന്തായാലും ഇതിൻ്റെ ഇടയിൽ വെക്കണമെങ്കിൽ നമുക്ക് കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ കേക്ക് നന്നായിട്ട് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായി സെറ്റാക്കി എടുത്ത ശേഷം അതിൻ്റെ ഫോണ്ടൻ്റ് വർക്കൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയിൽ തന്നെ തലേദിവസം ചെയ്ത് വെച്ച വർക്ക് ആയതുകൊണ്ട് നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 3 സ്റ്റാർസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ വലിയ 2 സ്റ്റാർസും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 നമ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വെക്കാനുള്ള ഏണി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എഡിബിൾ ഗ്ലൂ റെഡിയാക്കാൻ വേണ്ടി CMC പൗഡറും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഗ്ലൂ റെഡിയാക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഒട്ടൽ ഇങ്ങനെ ഒരു ഗ്ലൂ റെഡിയാക്കുമ്പോഴാണ്. അപ്പോൾ ഇതാണ് ആ ഏണി. ഇതിനകത്ത് ഞാൻ വുഡൻ സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പതിയെ കേക്കിൻ്റെ മുകളിൽ വെക്കണം. പിന്നെ ഇതിൻ്റെ ബേബീനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ബേബി. നല്ല ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. ഫേസിൽ കുറച്ച് ചെറിയൊരു ഇത് തോന്നിയെങ്കിലും കാലും കൈയൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാഫ് എന്നുള്ള ഒരു ടോപ്പറും കൂടി ഫോണ്ടൻ്റിൻ്റെ തന്നെ ടോപ്പർ വെച്ചിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ ബോർഡിൽ വെക്കാനുള്ള നെയിമും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉള്ളത്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കസ്റ്റമർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് 300 രൂപയും പിന്നെ ഇതിൻ്റെ ഫോണ്ടൻ്റ് വർക്കിന് ഒരു 350 രൂപയും വാങ്ങാം. 350 വളരെ കുറവാണെന്ന് എനിക്ക് തോന്നി. പിന്നെ കേക്കിനേക്കാൾ പൈസ വർക്കിന് വാങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വാങ്ങാറുള്ളതെന്നും പിന്നെ എത്രയൊക്കെ വാങ്ങാന്നുള്ളത് കുറഞ്ഞു പോയെന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല വീഡിയോസുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.